നിങ്ങൾ ഇന്ന് നല്ല സാലറി ഉള്ള ഒരു റിച്ച് പേഴ്സൺ ആണ്. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ആലോചിച്ച് പലപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ സമയം എന്നൊരു കാര്യം കടന്നു പോവുകയാണ്. നിങ്ങൾ ഇന്നലെ നാളെ റിട്ടയർ ആവും. അതിനൊരു പക്ഷേ 5 കൊല്ലോ 10 കൊല്ലോ 25 കൊല്ലോ എടുക്കാം. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെൻഷൻ ഇല്ല എങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിങ്ങളുടെ സാലറി ഒരു ദിവസം നിൽക്കുകയാണ്. നിങ്ങളുടെ സാലറി അടുത്ത മാസം മുതൽ ഇല്ല. നിങ്ങളുടെ പ്രതീക്ഷ PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയിലായിരിക്കാം. പക്ഷേ അതിനെല്ലാം കാത്തു നിൽക്കുന്ന മറ്റുള്ള ചിലവുകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് വൻ ചിലവാണ്. ഇൻഫ്ലേഷൻ നമ്മളവിടെ കാണണം. അതുപോലെ കുട്ടികളുടെ കല്യാണം, ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ PFും ഗ്രാറ്റുവിറ്റി നിങ്ങൾ വിചാരിക്കുന്ന ബാക്കി ഉണ്ടാവണമെന്നില്ല. അന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുക, ഇന്നൊരു 50 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു മിനിമം ഭക്ഷണം കഴിക്കുക. അന്ന് ഒരു പക്ഷേ അത് മതിയാവില്ല, എന്നാലും കണക്ക് കൂട്ടാം. ഒരാൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കുക, ഒരു ദിവസം 150 രൂപ. പങ്കാളി ഉണ്ടെങ്കിൽ 300 രൂപ, ഒരു മാസം അത് 9,000 രൂപ. ഒരു കൊല്ലം നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം 1,08,000 രൂപ വേണം. ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ നിങ്ങൾ 20 കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് 21,60,000 രൂപ വേണം. ഇൻഫ്ലേഷൻ അവിടെ കൂട്ടുന്നില്ല. മരുന്ന്, യാത്ര, പെട്രോൾ, ഗ്യാസ്, ഇലക്ട്രിക് ബിൽ, മറ്റുള്ള വീട് ചിലവിടെ പ്രതിപാദിക്കാത്ത വീട്ടിൽ ചിലപ്പോൾ എക്സ്ട്രാ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു ദരിദ്രനായിട്ടാണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൈസക്കാരനായിട്ട്? ഇതാണ് ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ? പെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ നിർബന്ധമായൊരു പെൻഷൻ പ്ലാനിൽ ചേരണമെങ്കിൽ അതിനുവേണ്ടി 2 രീതിയുണ്ട്. ഒന്ന് മ്യൂച്വൽ ഫണ്ടിലൂടെ, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് പെൻഷൻ. ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. എന്നെ കൺസൾട്ട് ചെയ്യാം. എന്നെ ഫ്രീ ആയിട്ട് എന്നെ ബന്ധപ്പെടാം. താങ്ക് യു.